തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. I'm thinking about it seriously. എന്ത് ചിന്തിക്കാൻ? You just go for it. Hey man, I tried it several times. What happened? Hibernation. What? Nothing. Will tell you later. Oh, okay. അപ്പോൾ ആർക്കും അറിയില്ലല്ലേ? What's so funny? നീ നൂടായി ഓടുന്നത് ആലോചിച്ച് പോയതാ. ഓ Hey, Divya. What's happening? ഈ ചെയർ ആർക്കുള്ളതാ? പതുക്കെ സംസാരിച്ചാൽ മതി. ഇവിടെ വരുന്ന ആർക്കും ഈ ചെയറിലിരിക്കാം. നിനക്കും ഇരിക്കാം. നോ, നിന്റെ മുന്നിലിട്ടിരിക്കുന്ന ചെയറിൽ അങ്ങനെ എല്ലാവരും കയറി ഇരിക്കണ്ട. ഞാൻ മാത്രം ഇരുന്നാ മതി. ഞാൻ മാത്രം. മനസ്സിലായില്ലേ? Where were you? ഞാൻ മൊബൈൽ ക്വിറ്റ് ചെയ്തു. What? For what sake? It's our group's decision. കള്ളുടിച്ചെടുത്ത് തീരുമാനമാണ്. But I want to stick on. Why? ഞാൻ വാക്ക് കൊടുത്തു. Come with me. Now. No, I'm on duty. വിളിച്ചു പറഞ്ഞാ മതി. നീ എന്താ വീട്ടിൽ പോവാത്തെ? ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്നാ നിനക്കതൊന്ന് മമ്മി വിളിച്ചു പറഞ്ഞൂടെ? ആ മമ്മ, ഞാൻ ചെറിനെ കണ്ടായിരുന്നു. ഹീസ് ഓൾ റൈറ്റ്. ഫോൺ സ്വിച്ച് ഓഫ് ആയതാ. പ്രൊജക്റ്റ് എന്തോ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വിളിച്ചോളും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് കയറി കളിക്കണ്ട. നിന്റെ അമ്മയുടെ മരുമോളൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? What? Okay, I agree. We have been in a relationship. But the question remains. ഇപ്പൊ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ അമ്മയുടെ മകളായിട്ടാ ഞാൻ എന്നെ കാണാറ്. So what? കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അനുഭവിക്കുന്ന ട്രാങ്കുലിറ്റി അതൊന്ന് വേറെ തന്നെയാ. മനസമാധാനം. അപ്പോ സുബ്രു, എങ്ങനെ ഉണ്ടായിരുന്ന ഇന്നത്തെ ദിവസം? ഇറ്റ് സക്സ് മാൻ. ഒന്നും പറയണ്ടളിയാ. ഞാൻ ആറ്റുനോറ്റി കാത്തിരുന്ന എന്റെ സ്വപ്നസുന്ദരിന്ന് കണ്ടടാ. എന്നിട്ട് എടാ എന്റെ കളർ പോലും കാര്യമൊക്കെ അത് എത്ര സ്വീറ്റ് ആയിട്ട് അവളെ ഇടപഴകിയെന്നറിയാവോ? ലാസ്റ്റ് അതും പോയി. എന്റെ പേഴ്സിൽ ഒരു 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ. നിനക്ക് കാശ് വല്ലതും വേണോ? ATM ക്യാഷൊക്കെ ഉണ്ടോ, പക്ഷെ പിൻ നമ്പർ അമ്മയ്ക്കറിയാം. ഷിറ്റ്, അതിന് വീട്ടിലെ നമ്പർ അറിയണ്ടേ? Got it. ഇതിൽ അമ്മയുടെ നമ്പർ ഉണ്ടല്ലേ? അപ്പൊ അമ്മനെ വിളിച്ച പിൻ നമ്പർ കിട്ടുമല്ലേ? ആ, മോന് സിം വേണോ? സിം വേണോ? നിന്റെ വീട്ടിലെ നമ്പർ എന്റെ വീട്ടിലുണ്ടാ, വിളിച്ചാൽ കിട്ടും. താങ്ക്സ് ടമച്ചാ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഉപ്പായി കവിത എഴുതുക. ഓടാ, ഞാൻ ഓക്ക് ലെറ്റർ എഴുതുക. ഉപ്പായി എന്താ കാളവണ്ടി യുദ്ധത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചോ? അതല്ലടാ, ഇതിപ്പോ എന്ത് സുഖമെന്നറിയോ? ഫോൺ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ പറ്റില്ലടാ. ഇത് വായിക്കുമ്പോ എന്റെ ഉള്ളെന്താണെന്ന് നോക്ക് മനസ്സിലാവും. ദാറ്റ്സ് എ പവർ ഓഫ് ലെറ്റർ റൈറ്റിംഗ്. കാളഞ്ഞിട്ട് വാടാ, ഉപ്പായി കൈവിട്ടു പോയി മോനെ. കേട്ടിട്ട് കൊതിയാവുക.
എനിക്കൊരു തിരുമണം കഴിഞ്ഞിട്ട് വേണം കത്തെഴുതാൻ. ഞാൻ ഇട്ടോളാം. ഞാൻ ഇട്ടോളാം. ഹായ്, ഹായ്. നിങ്ങൾ ഫോർഡിയിലുള്ളവരല്ലേ? ബ്രോക്കർ നിയസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റി. ഓ യെസ്. ഞാൻ പുറത്തോട്ടിറങ്ങൂല. എക്സ്ക്യൂസ് മീ, യെസ്. നിങ്ങളുടെ ആരെങ്കിലും മൊബൈൽ നമ്പർ എനിക്ക് തരുമോ? എനിക്കിവിടെ ആരെയും പരിചയമില്ല. 9744. അതിന് വിളിക്കണ്ട, കിട്ടില്ല. ഓക്കെ. Sir, may I? Yes. Okay, I'll call back. Please. Thanks, sir. How's your job going? Fine, sir. What about the new customers and next day's business plan? Clients I have 6 in the pipeline, sir. Okay. I think at least 2 will be converted. All these things are entered in the day-to-day entries? Yes, sir. Good. But do you think 6 prospects and 2 closing is enough for the week? Your target for the week is 5. Sir, I am trying my level best. അതുകൊണ്ട് എന്ത് കാര്യം? ക്ലോസിംഗ്സ് ഹാവ് ടു കം സഞ്ജയ്. നിനക്ക് കമ്പനി ആവശ്യത്തിന് അവസരങ്ങൾ നൽകി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ യു ആർ ഓഫ് ദി മാർക്ക്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ മെമ്മോ ടു, യു ആർ നോട്ട് ഇംപ്രൂവിംഗ്. ദാറ്റ്സ് വൈ കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ എ കമ്പൽസറി റിഡൻഡൻസ് ഫോർ യു. You mean I'm fired? യെസ് സഞ്ജയ്, യു ആർ നോ ലോങ്ങർ വർക്ക് ഫോർ us. സഞ്ജയ്, നീ HR-ലേക്ക് ചെല്ല്, അക്കൗണ്ട് സെറ്റിൽ ചെയ്യും. Okay. അങ്ങോട്ട് മാറ്റി നിർത്ത്. ഊതറ, എവിടെ പോയാടാ? സർ സിനിമയ്ക്ക്. വണ്ടിയുടെ ബുക്കും പേപ്പറും ഓർഡറാ. സർ അത് ആ സാറിനെ പോയി കാണ്. ഉപ്പായും കൂടി ചെല്ലേ. പൊക്കോ. സർ ബുക്കും പേപ്പറും വീട്ടിൽ ഇരിക്കുക. നീ എന്താ വീട്ടിലിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? ഒരു 2500 അടച്ചിട്ട് പൊക്കോ. അയ്യോ സർ, വീട് ഇവിടെ അടുത്താണ് സർ. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് സർ. കാശ് അടച്ചിട്ട് പോടാ. സർ ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് സർ. എന്നൊരു കാര്യം ചെയ്യ്, നിന്റെ മൊബൈൽ ഇവിടെ വെച്ചിട്ട് പോ. സർ ഞാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല സർ. നിനക്കെന്താ പണി? ഇൻഫോ പാർക്കിലാണ്. എന്നിട്ട് നിനക്ക് മൊബൈലില്ലേ? ഇല്ല സർ. എടോ, ആ വണ്ടി ചെക്ക് ചെയ്തേ. യുമാരെന്ത് ഉടായിപ്പാണെന്നാ തോന്നുന്നത്. അയ്യോ സാർ, ഞങ്ങൾ ഡീസൻ്റ് സാർ. എന്നാ നിന്റെ മൊബൈൽ ഇടുതാ. എനിക്കും മൊബൈലില്ല സാർ. ഇറങ്ങടാ. എന്താ ഇത്? എന്താ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നാണ്? അല്ലടാ ഇത് വണ്ടിയൊക്കെ ഉണ്ട കാര്യം എന്താണ് ഇവർക്ക്? എന്താണ് വണ്ടിയൊക്കെ സെർച്ച് ആ ചെയ്യാൻ? പോട്ടെ. ഈ വണ്ടി മുഴുവൻ ചെക്ക് ഉണ്ടായിരുന്ന നമ്മളെന്താ തീവ്രവാദികളാ? സാറേ ഉമാരെ ഏതോ കൊമ്പത്തെ പിടിയോടുള്ളമാരാ. എന്നാ വിളിക്കണം നീ ആരാന്ന് വെച്ചാ? അതിന് ഞങ്ങളുടെ കയ്യിൽ മൊബൈലില്ല സാറേ. പോലീസുകാരെന്താ ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിച്ചോ? അവന്മാരുടെ ഒരു ഫോണില്ലാന്ന്. ബുക്കും പേപ്പറും ഇല്ലെങ്കിൽ എവിടെ നിന്ന് അടിച്ചു മാറ്റി വണ്ടിയുടെ അത്? നീയൊക്കെ മൊബൈൽ കൊണ്ടുവന്നിട്ട് പോയാ മതി. അയ്യോ സാറേ, ഇതെന്താ മൊബൈലിലായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? ജോലി വേണമെങ്കിൽ മൊബൈൽ, പോലീസ് പിടിച്ച മൊബൈൽ. എന്താ വെള്ളരിക്ക സൈക്കിൾ പണി ഉണ്ടാക്കാൻ പോടാ. കേട്ട ഒരു ചെത്തിക്കളെ. എന്താ അവനോട് കിടത്ത് ഇവനത്? എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റി നടക്കണം. സാർ സത്യമായിട്ട് ഞങ്ങളാരും മൊബൈൽ യൂസ് ചെയ്യാറില്ല സാർ. മൊബൈൽ ഉപയോഗിക്കാത്തോണ്ട് അവർ ജോലി പോയി. അതിന്റെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ ഫിലിമിന് പോയതാ. പ്ലീസ് സാർ. നിങ്ങൾക്ക് എന്താടാ വട്ടാണോ? അല്ല സാറേ, ഈ ഗോ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പരിസ്ഥിതി സൗഹാർദ്ദത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും മൊബൈൽ ഉപേക്ഷിച്ചു. നമ്മുടെ ചെറിയ സാറൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് സാറേ. പൊക്കോ, അവനെ കൂടെ ഇറക്കി വിട്ടേ. താങ്ക് യു സാർ. താങ്ക് യു സാർ, താങ്ക് യു. ജെറിനെ വാ. സാറേ, ഗോ ഗ്രീൻ്റെ ഭാഗമായിട്ട് സാറിന് നാളെ മുതൽ മൊബൈൽ ഉപേക്ഷിച്ചൂടെ? പോടാ പോടാ പോടാ. നല്ല രസമായിരിക്കും.
താങ്ക്സ് സാർ. ഇത് പോടാ